ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എക്സൽ എന്ന സോഫ്റ്റ്വെയറിൽ പറഞ്ഞു തരാൻ പോകുന്ന അറിവ് എക്സലിൽ എങ്ങനെ VLOOKUP കാണാം എന്നതാണ്. VLOOKUP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ബിസ്മി ഹോം അപ്ലയൻസ് എന്നൊരു ഷോപ്പിൽ നിന്നും ഞാൻ കുറച്ച് എമൗണ്ടുകൾക്ക്, അതായത് ഞാൻ കുറച്ച് ഐറ്റംസുകൾ പർച്ചേസ് ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ 4500 രൂപക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ടാക്സ്, 5500 രൂപക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ടാക്സ്. അതായത് ഓരോ എമൗണ്ടുകൾക്കും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ടാക്സ് ഓട്ടോമാറ്റിക്കായിട്ടും ഈ ടാക്സ് എന്ന റേറ്റിൽ, അതായത് ഈ ടാക്സ് എന്ന കോളത്തിൽ നമുക്ക് കാണണം. അതിനായി ഞാനിവിടുന്ന് ഒരു ലുക്കപ്പ് വാല്യൂ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് 1500 രൂപ മുതൽ 2500 രൂപ വരെ ഇടയിലുള്ള എമൗണ്ടുകൾക്ക് നമ്മൾ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1% ടാക്സ്. അതുപോലെ തന്നെ 2500 രൂപ മുതൽ 3500 രൂപ വരെ ആ ഒരു ഇടയിലുള്ള എമൗണ്ടുകൾക്ക് നമ്മൾ ആ ഷോപ്പിൽ നിന്നും ഐറ്റം പർച്ചേസ് ചെയ്താൽ 5% ടാക്സ്. 3500 രൂപ മുതൽ 4500 രൂപ വരെയുള്ള എമൗണ്ടുകൾക്ക് ഐറ്റം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 7% ടാക്സ്. അങ്ങനെ ഓരോ ഇതിലും, അതായത് ഇപ്പോൾ ലാസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 8500 രൂപ മുതൽ 9500 രൂപ വരെ ഈ രണ്ട് എമൗണ്ടിനും ഇടയിലുള്ള എമൗണ്ടുകൾക്ക് നമ്മളൊരു ഐറ്റം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 13% ടാക്സ്. പിന്നെ 9500 രൂപ മുതൽ അതിന് മുകളിലേക്ക്, അതായത് ഇപ്പോൾ മാക്സിമം മിനിമം ഒരു 1,00,000 രൂപ വരെ, അതായത് ഇപ്പോൾ 9500 രൂപ മുതൽ ഏതൊരു വലിയ സംഖ്യയും, അതായത് ഇപ്പോൾ 9500 രൂപ മുതലുള്ള ഏതൊരു സംഖ്യയും ആ ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 50% ടാക്സ്. ഇപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുന്ന് ടാക്സ് റേറ്റ് കാണണം. ഒന്നല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 4500 രൂപക്ക് നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8% ടാക്സ് നമുക്ക് ഡയറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മാത്രമല്ല, നമ്മളിപ്പോൾ അങ്ങനെ കാണാൻ വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം, ഓരോ വാല്യൂവിന് നേരെ നമുക്ക് ഇക്വേഷൻസ് യൂസ് ചെയ്യാതെ തന്നെ നമ്മളിപ്പോൾ ഓരോ വാല്യൂ നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് VLOOKUP വെച്ച് എങ്ങനെയാണ് ഈ ഫംഗ്ഷൻ എങ്ങനെ സെറ്റ് ചെയ്യാം, കുറച്ചുകൂടി സിമ്പിളായിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നോക്കാം. അതിനായി ഞാൻ ഇവിടെ നിന്ന് ഇക്വൽ ടു പ്രസ് ചെയ്യുന്നു, VLOOKUP എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഞാൻ ഫംഗ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്ക് മോണിറ്ററിൽ കാണാൻ സാധിക്കും. ഇവിടെ ലുക്കപ്പ് വാല്യൂ ചോദിച്ചിട്ടുണ്ട്, ടേബിൾ അറേ ചോദിച്ചിട്ടുണ്ട്, കോളം ഇൻഡെക്സ് നമ്പർ ചോദിച്ചിട്ടുണ്ട്, റേഞ്ച് ലുക്കപ്പ് ചോദിച്ചിട്ടുണ്ട്. ലുക്കപ്പ് വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ കാണുന്നത്, അതായത് ഞാനിപ്പോൾ ഇവിടുന്ന് എമൗണ്ടിനെ ബേസ് ചെയ്താണ് കാണാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ലുക്കപ്പ് വാല്യൂ എമൗണ്ടിൽ സെലക്ട് ചെയ്യുന്നത്. ഓരോ എമൗണ്ടുകൾക്കും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ടാക്സ് എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലുക്കപ്പ് വാല്യൂ ആയിട്ട് ഞാൻ ഇവിടെ 4500 എന്ന എമൗണ്ട് സെലക്ട് ചെയ്യുന്നു. ഞാൻ വേറൊരു ഉദാഹരണം കൂടി കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കോമ ഇടുന്നു ഈ ഒരു ടേബിളിൽ, അതായത് ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാനിവിടെ ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ടേബിൾ എറർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നിങ്ങളോട്, ഞാൻ ഒരു VLOOKUPൻ്റെ വേണ്ടി ഒരു ടാക്സ് റേറ്റിൻ്റെ ഒരു കോളം സെലക്ട്, അതായത് നേരത്തെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ടേബിൾ അറേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ടേബിൾ അറേയാണ്. ടേബിൾ അറേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ഇപ്പോൾ എമൗണ്ട് ടാക്സ്. അപ്പോൾ ഇതാണ് ടേബിൾ അറേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഞാൻ കീബോർഡിൽ F4 പ്രസ് ചെയ്ത് അബ്സല്യൂട്ട് ചെയ്യുകയാണ്. വീണ്ടും കോമ ഇട്ടുന്നു. കോമ ഇട്ടതിന് ശേഷം നമുക്ക് ഇവിടെ ടേബിൾ അറേ കഴിഞ്ഞ് കോളം ഇൻഡെക്സ് നമ്പർ ചോദിച്ചിട്ടുണ്ട്. കോളം ഇൻഡെക്സ് നമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് സെപ്പറേറ്റ് ഒരു കോളം, അതായത് ഇപ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടേബിളിൽ നോക്കിയാൽ, അതായത് ഇപ്പോൾ ഫസ്റ്റ് കോളത്തിൽ എമൗണ്ടാണ്, സെക്കൻഡ് കോളത്തിന് ഈ എമൗണ്ടിന് നേരെയുള്ള ടാക്സുകളാണ്, അതായത് ഓരോ എമൗണ്ടുകളുടെയും ടാക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടാക്സ് റേറ്റ് നോക്കിയാൽ നമ്മളിപ്പോൾ രണ്ടാമത്തെ സെല്ലിലാണ് ടാക്സ് റേറ്റ് കൊടുക്കുന്നത്. ഈ ലുക്കപ്പ് വാല്യൂ, അതായത് ഇപ്പോൾ ഈ ടേബിൾ അറേനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഫസ്റ്റ് സെല്ലിലെ എമൗണ്ട്, സെക്കൻഡ് സെല്ലിലെ എന്താണ് ടാക്സിൻ്റെ റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതും ടാക്സ് റേറ്റ് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ടാക്സ് റേറ്റ് കാണുന്നത് രണ്ടാമത്തെ സെല്ലിലാണ്. അപ്പോൾ ഞാൻ കീബോർഡിൽ 2 എന്ന് ടൈപ്പ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ എൻ്റർ അടിക്കുമ്പോൾ കണ്ടോ 0.08% എന്ന് കാണാൻ സാധിക്കും. ഇത് കാണാൻ കാരണം, അതായത് നമ്മൾ നേരത്തെ പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്, ഇവിടെ പെർസെൻറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെ ചുമ്മാ വെറുതെ ഒരു വാല്യൂ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സെല്ല് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹോം മെനുവിൽ ജനറൽ എന്നൊരു ഓപ്ഷൻ മാറ്റി ഇവിടെ പെർസെൻറ്റേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കൊണ്ട് നമുക്ക് 8% എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, വീണ്ടും ഈ ഒരു
ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമ്മളിപ്പോൾ ഈ ഗ്രീൻ പോയിന്റിൽ വെച്ചതിന് ശേഷം അത് പ്ലസ് പോയിന്റ് ആയിട്ട് മാറും. ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ മാലവിനും അതിൻ്റേതായ ടാക്സ് റേറ്റ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ നോക്കിയാൽ നമ്മളിപ്പോൾ 4500 രൂപക്ക് പർച്ചേസ് ചെയ്തപ്പോൾ 8% നമുക്ക് ഞാൻ അവിടെ നിന്ന് ടാക്സ് റേറ്റ് അധികം എമൗണ്ട് പേ ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ 8%, അതായത് 4500-ൻ്റെ 8% പേ ചെയ്യേണ്ടി വന്നു. അതായത് 4500 രൂപക്ക് ഐറ്റം പർച്ചേസ് ചെയ്തപ്പോൾ 8% ടാക്സ് കൊടുക്കേണ്ടി വന്നു. അത് 8% എന്ന് വരാൻ കാരണം ഇവിടെ നോക്കിയാൽ 4500-നും 5500-നും ഇടയിലുള്ള ഒരു എമൗണ്ടാണ് ഈ 4500 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 4500-നും 5500-നും ഇടയിലുള്ള എമൗണ്ടുകൾക്ക് ആ കടയിൽ നിന്നും ഐറ്റം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 8% ടാക്സ് അവിടെ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഓരോന്നും കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ 10,500 വന്നിട്ടുണ്ട്, ഇവിടെ മാക്സിമം 9,500 കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു 9,500 മുതൽ അതിന് മുകളിൽ വന്ന എമൗണ്ടുകൾക്ക് കണ്ടോ, അതിന് മുകളിൽ വന്ന എമൗണ്ടുകളാണ് 9,500-ന് മുകളിൽ വന്ന എമൗണ്ടുകളാണ് ഈ 3 എമൗണ്ടുകൾ 10,500, 11,500, 12,500. അതുകൊണ്ടാണ് ഇവിടെ എല്ലാത്തിനും 50% ടാക്സ് വന്നിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഇവിടുന്ന് എമൗണ്ട് മാറ്റുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ 45 എന്ന ഒരു സംഖ്യ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്ന് നോക്കിയ സംഖ്യ ഒരു വാല്യൂ ആണ് ഇവിടെ കാണിക്കുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ടാക്സ് റേറ്റ് തുടങ്ങുന്നത് എത്ര എമൗണ്ടിലാണെന്ന് നോക്കി 1500 രൂപ മുതലാണ്. അതായത് ഇപ്പോൾ 1 രൂപ മുതൽ 1499 രൂപ വരെ വിലയുള്ള എമൗണ്ടുകൾക്ക് ആ കടയിൽ ടാക്സ് ഇല്ല. ഈ 45 എന്ന് പറയുന്നത് 0-ക്കും 1500-നും ഇടയിലുള്ള 1499-നും ഇടയിലുള്ള എമൗണ്ടുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നോട്ട് ആപ്ലിക്കബിൾ എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, 1,500 മുതലാണ് ഇവിടെ ടാക്സ് റേറ്റ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ആ കടയിൽ 1,500 രൂപ മുതലാണ് ടാക്സ് റേറ്റ് ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ നോട്ട് ആപ്ലിക്കബിൾ എന്ന് കാണിച്ചിരിക്കുന്നത്. 45 എമൗണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഒരു 7,000 അല്ലെങ്കിൽ ഒരു 9,000 രൂപ കൊടുക്കണമെന്ന് കരുതുക. അപ്പോൾ ഓട്ടോമാറ്റിക്കാണ് കണ്ടോ ടാക്സ് റേറ്റ് 13% വരും. ഞാൻ ഇവിടെ നിന്ന് ഒരു 800 രൂപ കൊടുത്താൽ 800 രൂപ കൊടുത്താലും നോട്ട് ആപ്ലിക്കബിൾ ആയിരിക്കും കാണാൻ സാധിക്കും. നമ്മുടെ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു 1,500 രൂപ മുതലാണ് ടാക്സ് റേറ്റ് തുടങ്ങുന്നുള്ളൂ. അതുകൊണ്ടാണ് 800 രൂപ ഇവിടെ അടിച്ചപ്പോൾ എന്താ പറയുക ടാക്സ് റേറ്റ് കാണാൻ സാധിക്കാതിരുന്നത്. അതായത് ഇപ്പോൾ 800 രൂപക്ക് ആ കടയിൽ നിന്നും ഐറ്റം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സ് റേറ്റ് ഇല്ല. നമ്മുടെ ടാക്സ് റേറ്റ് തുടങ്ങുന്നത് 1,500 രൂപ മുതലാണ്. ഇവിടെ നിന്ന് എല്ലാ സംഖ്യകളും മാറ്റുകയാണ്. ഒരു 4,500 രൂപ തന്നെ കൊടുക്കാം. ഇവിടെ നിന്ന് ഒരു 3,500 രൂപ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 3,800 രൂപ കൊടുക്കാം, അല്ലെങ്കിൽ 3,870. ഇനി നമുക്കിവിടെ നിന്ന് എമൗണ്ടിനോടൊപ്പം ടാക്സ് റേറ്റ് കൂട്ടുമ്പോൾ എത്ര എമൗണ്ട് കിട്ടുമെന്ന് കാണണം. അതായത് ഇപ്പോൾ എത്ര രൂപ അധികം പേ ചെയ്യണം എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ടോട്ടൽ എമൗണ്ട് എന്നല്ല, ടാക്സ് റേറ്റ് എമൗണ്ട്. അതിനുശേഷം ഞാൻ ഇക്വൽ ടു ഇടുന്നു. ഇക്വൽ ടു ഇട്ടതിന് ശേഷം 4,500 ഇൻറ്റു 8%. കണ്ടോ, നമ്മളിപ്പോൾ അധികം 360 രൂപ അവിടെ പേ ചെയ്യേണ്ടതുണ്ട്. അതായത് 4,500-ൻ്റെ 8% ആണ് 360 രൂപ എന്ന് പറയുന്നത്. ഡബിൾ ക്ലിക്ക് താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഓരോ എമൗണ്ടുകൾക്കും അതിൻ്റെ ടാക്സിനോടൊപ്പം എത്ര എമൗണ്ട് അധികം കൊടുക്കണം എന്നാണ് ഈ ടാക്സ് എമൗണ്ടിൻ്റെ അവിടെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ നിന്ന് ടോട്ടൽ എമൗണ്ട് കാണാൻ പോകുകയാണ്. ടോട്ടൽ എമൗണ്ട് കുറച്ച് സെല്ലുകൾക്ക് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുകയാണ്, അതുകൊണ്ടാണ് അവിടെ വരാതിരുന്നത്. ഇതിന് ശേഷം ഇക്വൽ ടു ഇടുക. എക്സലിൽ ഏതൊരു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇക്വൽ ടു എന്നൊരു ഓപ്ഷൻ മസ്റ്റാണ്. എന്നാലാണ് അവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ലഭിക്കുകയുള്ളൂ. 4,500 നമ്മൾ പ്രൊഡക്റ്റിൻ്റെ എമൗണ്ടാണ്, ഒറിജിനൽ എമൗണ്ടാണ്. ടാക്സ് എമൗണ്ട് എത്രയാണെന്ന് നോക്കിയാൽ 360. നമ്മൾ അധികം കൊടുക്കേണ്ട എമൗണ്ടാണ് ഈ ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത്. അതിനുശേഷം എൻ്റർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ 4,860 എന്ന് കാണാൻ സാധിക്കും. ഡബിൾ ക്ലിക്ക് ചെയ്ത് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓരോ പ്രൊഡക്റ്റിൻ്റെയും കണ്ടോ നമ്മൾ അധികം കൊടുത്ത എമൗണ്ടിനോടൊപ്പം കൂട്ടിയിട്ടുള്ള എമൗണ്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. 5,500 രൂപയുടെ എമൗണ്ടിന് 4,095 രൂപ ടാക്സോട് കൂടി 5,995 രൂപ നമുക്ക് കണ്ടോ ഈ രീതിയിൽ കാണാൻ സാധിക്കും. ഇതിന് ശേഷം നമുക്ക് ഇവിടുന്ന് സെല്ലുകൾക്ക് കളറെല്ലാം കൊടുത്ത് നമുക്ക് കുറച്ചുകൂടി സെറ്റപ്പ് ആക്കി എടുക്കാവുന്നതാണ്. കളറൊക്കെ കൊടുത്ത് നമ്മളിപ്പോൾ ഓരോന്നിലും കളറൊക്കെ കൊടുത്ത് നമുക്കിവിടുന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് ഈ രീതിയിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആയിരിക്കും എൻ്റെ ചാനലിൽ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ